നമസ്കാരം. ഏഷ്യാനെറ്റ് ഫൈബർ സൂപ്പർ സോക്കറിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയും മെക്സിക്കോയും അതോടൊപ്പം തന്നെ കാനഡയും ആതിഥേയത്വം വഹിക്കുന്ന 22ാമത് ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് മത്സരങ്ങളുടെ ആദ്യ പാദം വളരെ ആവേശകരമായി തന്നെ സമാപിച്ചു എന്ന് പറയാം. ഇന്ന് അതായത് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിനുമുമ്പ് ഈ ഗ്രൂപ്പ് മത്സരങ്ങളിലേക്ക് നാം കടന്നു ചെന്നാൽ എല്ലാം ആവേശം വാരിവിതറിയ മത്സരങ്ങൾ തന്നെയായിരുന്നു. മെയ്വഴക്കവും തന്ത്രവും പന്തടക്കവും ആവേശവും എല്ലാം നിറഞ്ഞു നിന്ന മത്സരങ്ങൾ. നാം പ്രതീക്ഷിച്ച ടീമുകളെല്ലാം രണ്ടാം റൗണ്ടിലേക്ക്, അതായത് കളി കാണാൻ ആവേശം ഉതിർക്കുന്ന എല്ലാ ടീമുകളും രണ്ടാം റൗണ്ടിലേക്ക് കടന്നു എന്നുള്ളതാണ് പ്രത്യേകത. അർജൻറ്റീന, ബ്രസീൽ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഹോളണ്ട്, നെതർലാൻഡ്, അങ്ങനെ എല്ലാവരും. ഒരേ ഒരു ടീം, അത് മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വേ മാത്രം 2 മത്സരങ്ങളിലും തോറ്റ് ഗ്രൂപ്പ് റൗണ്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. പക്ഷേ ജർമ്മനിയുണ്ട്, അങ്ങനെ നമുക്ക് പോർച്ചുഗലുണ്ട്. ആവേശം നമുക്ക് ആരാധകർക്ക് ആവേശം വാരിവിതറുന്ന എല്ലാ ടീമുകളും രണ്ടാം റൗണ്ടിലേക്ക്, അതായത് പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലേക്ക് കടന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും 22ാം ലോകകപ്പിൻ്റെ ഒരു പ്രത്യേകതയായി കണക്കാക്കുന്നു. അട്ടിമറികൾ ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന മത്സരങ്ങൾ, അതായത് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ കൂടുതൽ കാണികളെ ഉൾക്കൊള്ളും. മാത്രമല്ല കൂടുതൽ ആവേശം കാണികൾക്കും അതോടൊപ്പം കളിക്കളത്തിലും പടരുമെന്നുള്ളതും നമുക്ക് വിശ്വസിക്കാം. അത്തരം മത്സരങ്ങളിലേക്കാണ് നാം ഇനി പോകുന്നത്. ഇന്ന് നാം കണ്ടത് കാനഡയുടെ മത്സരമാണ്. കാനഡയും അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൽ കാനഡ 1 ഗോളിനാണ് ജയിച്ച് ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യമായി ക്വാർട്ടറിലേക്ക് എത്തുന്ന ഈ 22ാം ലോകകപ്പിൽ ആദ്യമായി ക്വാർട്ടറിലേക്ക് എത്തുന്ന ടീമായി കാനഡ മാറിയിരിക്കുന്നു എന്നുള്ളതും സവിശേഷതയാണ്. കാനഡയെ നമുക്കറിയാം ഒരു കുഞ്ഞൻ ടീമാണ്. കാരണം ഫുട്ബോൾ ലോകത്ത് റഗ്ബിയുടെയും മറ്റ് ബേസ്ബോളിൻ്റെയും കാലത്ത് കാനഡയ്ക്ക് ഫുട്ബോളിനോട് അത്ര ഹരമില്ലായിരുന്നു. കാനഡ യാദൃശ്ചികതയുടെ, അത് 1970-കൾക്ക് ശേഷമാണ് ഫുട്ബോൾ രംഗത്തേക്ക് കാനഡ അതിതീവ്രതയോടെ കടന്നു വരുന്നത്. 1986-ൽ മാത്രമാണ് കാനഡയ്ക്ക് ലോകകപ്പിലേക്ക് ഒരു അരങ്ങേറ്റം കിട്ടുന്നത്. അതിനുശേഷം ഒരു ലോകകപ്പ് കൂടി കളിച്ചു 2022-ൽ. ഇപ്പോൾ 2026-ൽ അവരുടെ 3ാമത്തെ ലോകകപ്പ് മത്സരങ്ങളാണ്. അതിൽ അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്ന പ്രത്യേകത. തീർച്ചയായിട്ടും കാനഡയുടെ മത്സരം അത് നിർവചിക്കേണ്ടത്, അതോടൊപ്പം തന്നെ അതിൻ്റെ കാര്യകാരണങ്ങൾ പറയുന്നതിനും ഏറെ കാര്യങ്ങൾ അവിടെ അമർന്നിരിക്കുന്നുണ്ട്. മാത്രമല്ല പ്രധാനമായും മറ്റൊരു കാര്യം പറയേണ്ടത്, കാനഡയെ പോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും ഈ മത്സരത്തിലേക്ക് വന്നത് ആദ്യമായാണ്. അതായത് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു വന്നത് ആദ്യമായിട്ടാണ്. സൗത്ത് ആഫ്രിക്കയെ നമുക്കറിയാം ആഫ്രിക്കൻ ഫുട്ബോളിൻ്റെ ഒരു വന്യതയൊക്കെ ഉള്ളതെങ്കിലും സൗത്ത് ആഫ്രിക്കയ്ക്ക് ലോകകപ്പിൽ അധികം കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരും 2ാം തവണയാണ് ഏകദേശം ഈ ലോകകപ്പിലേക്ക് വരുന്നത്. അവർക്ക് പ്രീ ക്വാർട്ടറിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും ആവേശം നൽകിയ ഒരു മത്സരത്തിലെ ഗ്രൂപ്പ് മത്സരങ്ങളിലൂടെയാണ് സൗത്ത് ആഫ്രിക്ക നമുക്കറിയാം ഈ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നത്. കാനഡയെ നേരിടും എന്ന് പറഞ്ഞപ്പോൾ വിജയം അവർക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതായിരുന്നു കൂടുതൽ പേരും നിർവചിച്ചത്. കാരണം കാനഡയ്ക്കുള്ള ന്യൂനതകൾ പലത് കടക്കുവാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധ്യമായിരുന്നു എന്നുള്ളതാണ് വിമർശകരും അതോടൊപ്പം നിരൂപകരും എല്ലാം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫേവററ്റായിട്ട് കണ്ടത് സൗത്ത് ആഫ്രിക്കയായിരുന്നു. പക്ഷേ മത്സരം അതിമനോഹരമായിരുന്നു. അത് ആവേശം നിറഞ്ഞതായിരുന്നു. അവസാന മിനിറ്റിലെ ഇഞ്ചുറി ടൈമിൽ നേടിയ 1 ഗോളിനാണ് കാനഡ വിജയിച്ചത് എന്നുള്ളത് ഈ കളിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അടിമുടി ആവേശം മുറ്റി നിന്നു എന്ന് തന്നെ പറയാം. കാരണം ഇത് അധിക സമയത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണ് ആദ്യം കണ്ടത്. കാരണം 90 മിനിറ്റ് എത്തിയിട്ടും ഇരുവരും ഗോളൊന്നുമില്ലാത്ത ഒരു രീതിയിലേക്കാണ് പോയത്. നമുക്ക് ആ കാനഡയുടെ തന്ത്രം ആവിഷ്കരിക്കാം. നമുക്ക് പ്രധാനമായി നമുക്ക് പറയാനുള്ളത് കാനഡയുടെ ക്യാപ്റ്റൻ അൽഫോൺസ ഡേവിഡിൻ്റെയാണ്. അൽഫോൺസ ഡേവിഡ് കഴിഞ്ഞ മത്സരത്തിലേറ്റ പരിക്ക് മൂലം അദ്ദേഹം ഇത് ആദ്യത്തെ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം 75-ാം മിനിറ്റിലാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അതിനു മുമ്പ് കൂടുതലും കളിച്ചത് സൗത്ത് ആഫ്രിക്ക തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം കാനഡയുടെ തന്ത്രങ്ങളെ എല്ലാം പാഴാക്കുന്നതിന് സൗത്ത് ആഫ്രിക്കൻ ഗോളിക്ക് കഴിഞ്ഞു. റോവൻസ് വില്യംസ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഗോൾ വല കാത്തത്. അദ്ദേഹം 7 സേവുകളാണ് നടത്തിയത്. അതുകൊണ്ട് നാം വിചാരിച്ചു ഇത് സൗത്ത് ആഫ്രിക്ക കാനഡയെ തോൽപ്പിച്ചുകൊണ്ട് ക്വാർട്ടറിലേക്ക് കടക്കും. കാരണം ഒരു സേവ് കഴിയുന്നത് ഉടനെ തന്നെ ഒരു തിരിച്ചുള്ള അറ്റാക്കിലേക്ക് അതിവേഗം സൗത്ത് ആഫ്രിക്ക നീങ്ങുകയായിരുന്നു.
അങ്ങനെ ഈ നമുക്ക് അൽഫോൺസ ഡേവിഡ് ഇറങ്ങുന്നത് വരെ കാനഡ ഒരു താളത്തിൽ, ഒരു തഞ്ചത്തിൽ, ആവേശത്തിൽ കളിച്ചു. പക്ഷേ ഒരു എന്തോ ഒരു ഒരു വ്യതിയാനം നമ്മൾ അവിടെ കണ്ടിരുന്നു. പക്ഷേ അൽഫോൺസ ഡേവിഡ് ക്യാപ്റ്റൻ ഇറങ്ങിയതിന് ശേഷം ഒരു ഉണർവ് കാനഡയ്ക്ക് കിട്ടി എന്നുള്ളത് വാസ്തവം തന്നെയായിരുന്നു. കാരണം അദ്ദേഹം നമുക്കറിയാം 2022 ലോകകപ്പിൽ ഒരു ഗോളടിച്ചത്, കാനഡയ്ക്ക് വേണ്ടി ഗോളടിച്ചത് ഈ ക്യാപ്റ്റൻ അൽഫോൺസ ഡേവിഡ് ആയിരുന്നു കഴിഞ്ഞ 2022 ലോകകപ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റനായി വന്ന ശേഷം വളരെ മനോഹരമായ ഒരു വ്യത്യാസം ടീമിനും വന്നിരുന്നു, ടീം അംഗങ്ങൾക്കും വന്നിരുന്നു. അത് പൂർണ്ണമായും വിനിയോഗിക്കുന്നതിൽ കാനഡ വിജയിച്ചു എന്നുള്ളതായിരുന്നു ഈ അവസാന നിമിഷത്തിലെ ഗോൾ. അതായത് 92-ാം മിനിറ്റിലാണ് ഗോൾ അടിക്കുന്നത്. നമുക്ക് ഗോളടിച്ചത് സ്റ്റീഫൻ എസ്റ്റാക്വിനോയാണ് ഗോളടിച്ചത്. ഈ എസ്റ്റാക്വിനോയുടെ തന്ത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ പലപ്പോഴും ഈ മിഡ്ഫീൽഡിലൂടെ കയറി വലതു വിങ്ങിലൂടെ ഗോൾ പോസ്റ്റിൻ്റെ അകത്തേക്ക് പാസ് കൊടുക്കുന്ന തരത്തിലാണ് കളിച്ചത്. പക്ഷേ അദ്ദേഹം ഷോട്ടുകളൊക്കെ കൂടുതലും പായിച്ചിരുന്നില്ല. അതായത് ഗോൾ വലയിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ഗോളുകളൊന്നും പായിച്ചിരുന്നില്ല. ഇത് 90 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി മനസ്സിലായി, നമുക്ക് ഗോൾ സ്കോർ വല ചലിപ്പിച്ചില്ലെങ്കിൽ ഇത് എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങും. ദക്ഷിണാഫ്രിക്കയ്ക്ക് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. അവർ കരുത്തരാണ്. കാരണം ആഫ്രിക്കൻ മരുഭൂമികളിലും അതോടൊപ്പം തന്നെ വനാന്തരങ്ങളിലുമൊക്കെ കളിച്ച് പരിശീലിച്ച് അവർക്ക് കൂടുതൽ സ്റ്റാമിനയുണ്ട്. കൂടുതൽ ടൈം കളിക്കുന്നതിന് തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിയും എന്നുള്ളത് കാനഡയ്ക്ക് വളരെ നന്നായി തന്നെ അറിയാം. കാനഡ അവരുടെ സ്വന്തം രാജ്യത്ത്, ഇത് നടന്നത് ലോസ് ഏഞ്ചൽസിലാണ് മത്സരമെങ്കിൽ, അവരുടെ അമേരിക്കൻ കാനഡ ഏകദേശം ഒരേ അന്തരീക്ഷത്തിലാണ്, ഒരേ സാഹചര്യങ്ങളിലാണ്, ഒരേ കാലാവസ്ഥയിലാണ് ഉള്ളത് അവരുടെ കളിക്കുന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഒരു ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെയാണ് ലോസ് ഏഞ്ചൽസിൽ കളിച്ചതെങ്കിലും അവർക്കറിയാം ആഫ്രിക്കയ്ക്ക് നമ്മൾ അല്പസമയം കൂടി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ക്യാപ്റ്റൻ അൽഫോൺസ ഡേവിഡും എസ്റ്റാനിയോയും വളരെ മനോഹരമായി തന്നെ പന്തുകൾ ചെറിയ ഷോട്ടിലൂടെ കളിച്ചു. പക്ഷേ ഇത് 92-ാം മിനിറ്റിൽ ഒരു റീബൗണ്ട് വന്നത് പെനാൾട്ടി പോസ്റ്റ് വെളിയിൽ നിന്നുകൊണ്ടാണ് എസ്റ്റാക്കിനോ അടിച്ചകറ്റി. അത് ഉഗ്രൻ ഗോൾ തന്നെയായിരുന്നു. മനോഹരമായ, ഈ ലോകകപ്പിൽ നമ്മൾ നിരവധി ഗോളുകൾ കണ്ടെങ്കിലും ഇതും അതിമനോഹരമായ ഒരു ഗോൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതില്ല. കാരണം അവസാന നിമിഷം കാണാം, ഇഞ്ചുറി ടൈമിൽ അടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആവേശം, അതായത് നമുക്ക് മറ്റു റീൽസെല്ലാം കാണുമ്പോഴത്തേക്ക് ഈ കോർട്ടിൽ മാത്രമല്ല, അതായത് ലോസ് ഏഞ്ചൽസിലെ സ്റ്റേഡിയത്തിൽ മാത്രമല്ല, വാൻകൂവറിലും കാനഡയിലെ മറ്റ് തെരുവുകളിലൊക്കെ ആണെങ്കിൽ ആവേശം അങ്ങ് വാരി, ഈ ഗോൾ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആവേശം വാരി വരുന്ന കൂട്ടമായി നിന്ന് ബിഗ് സ്ക്രീനിലൊക്കെ കളി കണ്ടവരൊക്കെ കാനഡ തെരുവിലേക്ക് ഇറങ്ങി അവരാവേശം, ഫുട്ബോളിൻ്റെ ആവേശം അങ്ങ് വാരി തെരുവുകളിലേക്ക് അങ്ങ് വിതറുകയാണ്. അത്ര ഒരു വിജയമാണ് കാനഡയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അവരുടെ 3ാമത്തെ അപ്പിയറൻസിൽ ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ മനോഹരമായ ഒരു റിസൾട്ട് അവിടെ നിന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി ഇവർ ആരെ നേരിടും എന്നുള്ളതും പ്രധാനമാണ്. കാരണം നെതർലൻഡ്സും മൊറോക്കയും തമ്മിലാണ് അടുത്ത പ്രീ ക്വാർട്ടർ മത്സരം നടക്കുന്നത്. അതിൽ ജയിക്കുന്നവരുമായിട്ടായിരിക്കും കാനഡയ്ക്ക് കളിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നെതർലൻഡ്സും മൊറോക്കോയും തമ്മിൽ കളിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഫേവറേറ്റ്സ് ആയിട്ട് വരുന്നത് നെതർലൻഡ്സിനാണ്. എൻ്റെ വിലയിരുത്തലാണ്. നെതർലൻഡ്സ് നമുക്കറിയാം, ബ്രെയിൻ ബ്രോബെ വളരെ മനോഹരമായിട്ടാണ്, അത് ജെൻസി പയ്യനാണ്, 2 ഇരട്ട ഗോളും കഴിഞ്ഞ മത്സരത്തിൽ നേടിയിട്ടുണ്ട്. അതിന് മുമ്പുള്ള മത്സരത്തിൽ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ 1 ഗോളും കൂടെ നേടി, അങ്ങനെ 3 ഗോൾ നേടിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമാണ് ഓട്ടവും പന്തടക്കവും മെയ്വഴക്കവും തന്ത്രങ്ങളും ചലനങ്ങളും എല്ലാം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നെതർലാൻഡ്സിന് അതൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒയാൻ ബ്രസാനുണ്ട്. അദ്ദേഹം മനോഹരമായി തന്നെയാണ് കളിക്കുന്നത്. അദ്ദേഹം 2 ഗോള്, നേരത്തെ ഒരു ഹാട്രിക്ക് ഉൾപ്പെടെ നേടിയിട്ടുണ്ട്. അങ്ങനെ നെതർലാൻഡ്സിൻ്റെ വിജയസാധ്യതകൾ അവിടെ കിടക്കുമ്പോഴാണ് കാനഡ അവിടേക്ക്, അതായത് പ്രീ ക്വാർട്ടറിലേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ തമ്മിലുള്ള മത്സരം എങ്ങനെയായിരിക്കും കാനഡയ്ക്ക് സാധ്യത, അത് ഒരു പക്ഷേ എഡ്ജ് കൊടുക്കുന്നത് നെതർലാൻഡ്സ് തന്നെയായിരിക്കും. അങ്ങനെ നെതർലാൻഡ്സ് അടുത്ത ഘട്ടത്തിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. എങ്കിലും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മത്സരത്തെക്കുറിച്ചുള്ള വിശകലനം അവസാനിപ്പിക്കുക. കാരണം ഈ അവസാന മിനിറ്റുകളിൽ, അതായത് ഇഞ്ചുറി ടൈമിൽ നേടുന്ന ഗോളുകൾ വളരെ നിർണായകമായി കണ്ട ഒരു വേൾഡ് കപ്പ് കൂടിയാണ്. എല്ലാ മത്സരത്തിലും ഫുട്ബോളിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ ഇഞ്ചുറി ടൈമിൽ നേടുന്ന ഗോളുകൾ എപ്പോഴും വളരെ നിർണായകമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, അപ്പോൾ ഗോൾ നേടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള സാധ്യത എതിർ ടീമിനില്ല എന്നുള്ളതാണ്. ഈ കാനഡ ഈ 92-ാം മിനിറ്റിലാണ്, അതായത് ഇഞ്ചുറി ടൈം തുടങ്ങി കഴിഞ്ഞു, അപ്പോഴാണ് എസ്റ്റാക്കിനോ
ഒരു മനോഹരമായ പെനാൾട്ടി പോസ്റ്റ് പുറത്തു നിന്നുള്ള ഒരു ഗ്രൗണ്ട് കിക്കിലൂടെ ആ ഗോള് അടിച്ച് കയറ്റുന്നത്. ആ ഗോളി വില്യംസിന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ, സൗത്ത് ആഫ്രിക്കൻ ഗോളിക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ളതും വാസ്തവം. അതുപോലെ തന്നെ നമുക്കറിയാം അതിൻ്റെ തൊട്ട് തലേദിവസം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം അത് 3-3 സമാപിച്ചതെങ്കിലും അവസാന ഇഞ്ചുറി ടൈമിൽ 90 മിനിറ്റും കഴിഞ്ഞ് 94ാമത്തെ മിനിറ്റിൽ അടിച്ച ഒരു ഗോളിലൂടെ അൾജീരിയയും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരം സമനിലയിലായി എന്ന് മാത്രമല്ല ഒരു സാധ്യത ഈ പേർഷ്യൻ ടീമിന്, അതായത് ഇറാന് ലോകകപ്പിലുള്ള സാധ്യത കെടുത്തി കളഞ്ഞു. ഇറാൻ ആ മത്സരത്തിൽ നിന്ന് പുറത്തായി. അൾജീരിയയും ഓസ്ട്രിയയും ഗ്രൂപ്പിൽ മികച്ച പോയിൻ്റോടുകൂടി 2ാം റൗണ്ടിലേക്ക് കടക്കുകയും ചെയ്തു. അത് അവസാന നിമിഷത്തെ ഒരു പോയില്ല. അതോടൊപ്പം തന്നെ വേറൊരു മത്സരം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അമേരിക്കയും തുർക്കിയും തമ്മിൽ നടന്ന മത്സരം. അതിൽ 97ാം മിനിറ്റിലാണ്, അത് 7 മിനിറ്റ് ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നു, 97ാം മിനിറ്റിലാണ് ഐഹാൻ തുർക്കിക്ക് വേണ്ടി ഒരു ഗോൾ നേടുന്നത്. തുർക്കി ആ മത്സരത്തിൽ ജയിച്ചെങ്കിലും അവർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി ഗോൾ ആവറേജിൽ. പക്ഷേ USA ഒരു നാണംകെട്ട തോൽവി തുർക്കിക്കെതിരെ നേരിടേണ്ടി വന്നു, അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് വാസ്തവം. അതും അവസാന മിനിറ്റിൽ, അതായത് 7 മിനിറ്റ് ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നു. 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇഞ്ചുറി ടൈമിൻ്റെയും ഒരു ടൈമിൽ, അതായത് 29 സെക്കൻഡ് ആയപ്പോഴത്തേക്കാണ് ഐഹാൻ മനോഹരമായ ഒരു കൂട്ടപ്പൊരിച്ചിലിനിടെ ഒരു ഗോൾ നേടുന്നത്. അതും മത്സരത്തിൽ വളരെ നിർണായകമായി എന്നുള്ളത് നാം എടുത്തിട്ടുണ്ട്. അപ്പം ഇഞ്ചുറി ടൈമിലേക്ക്, അതായത് നമുക്ക് ഗ്രൂപ്പ് മത്സരങ്ങളെ അത് കാണാൻ പറ്റുള്ളൂ. മറ്റൊരു മത്സരങ്ങളിൽ, അതായത് എക്സ്ട്രാ ടൈം അനുവദിക്കുമല്ലോ, അരമണിക്കൂർ അനുവദിക്കുക, അത് കഴിഞ്ഞാൽ പെനാൾട്ടി ഷൂട്ട് ഔട്ട് ഉണ്ട്. എങ്കിലും ഇഞ്ചുറി ടൈം എല്ലാ മത്സരങ്ങൾക്കും ഉണ്ടാവും. 90 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചുറി ഉണ്ടായ ടൈമിലേക്ക് കൊടുക്കും. ആ സമയത്ത് നേടുന്ന ഗോൾ വളരെ നിർണായകമായതും ഈ വേൾഡ് കപ്പിൽ നാം കണ്ടു എന്നുള്ളതും വളരെ പ്രസക്തമാണ്. ഇനി നാം അറിയേണ്ടത് കാനഡയുടെ സാധ്യതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നെതർലൻഡിൻ്റെ സാധ്യതകൾ പറഞ്ഞിരിക്കുന്നു. ഇനി ഇന്ന് രാത്രി, അതായത് നാളെ പുലർച്ചെയായിട്ട് നടക്കുന്ന ഒരു മത്സരമാണ്. ഏറെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയും അതോടൊപ്പം വാശിയോടെയും കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ് ബ്രസീലിൻ്റെ മത്സരം. കാരണം നെയ്മർ എത്രമാത്രം കളിക്കളത്തിൽ ശോഭിക്കും എന്നറിയേണ്ട ഒരു മത്സരം കൂടിയാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രമേ കളിക്കളത്തിലേക്ക് അവസാനം ഇറങ്ങാൻ കഴിഞ്ഞുള്ളൂ. ഇന്ന് ബ്രസീലിൻ്റെ നെയ്മർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതോടൊപ്പം വിനീഷ്യസ് ജൂനിയർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നാം എല്ലാവരും പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ പലയിടത്തും ബ്രസീലിൻ്റെ മത്സരം കാണാനായിട്ട് പ്രത്യേക സ്ക്രീനൊക്കെ തയ്യാറാക്കി, അവിടെ ബിരിയാണിയും ഒക്കെ റെഡിയാക്കി, മധുരപലഹാരങ്ങളും റെഡിയാക്കി ആളുകൾ കാത്തിരിക്കുകയാണ്. ബ്രസീൽ നേരിടുന്നത് ഏഷ്യൻ ജേതാക്കളായ, അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നും ലോകകപ്പിലേക്ക് എത്തിയ ജപ്പാനെയാണ് നേരിടുന്നത് എന്നുള്ളതാണ് സവിശേഷത. ജപ്പാനും ഒരുപക്ഷെ ബ്രസീലും തമ്മിൽ കളിക്കുമ്പോൾ എല്ലാവരും ഒരുപക്ഷെ ആദ്യം പറഞ്ഞേക്കാം, അതായത് ബ്രസീൽ തന്നെയാണ് സാധ്യത എന്ന്. പക്ഷേ ആ സാധ്യത അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം നമുക്ക് ജപ്പാനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ജപ്പാൻ വളരെ മനോഹരമായ തന്ത്രങ്ങളിലൂടെ, അച്ചടക്കത്തോടെ, മെയ്വഴക്കത്തോടെ, അലസതയില്ലാതെ, ചടുലതയോടെ കളിക്കുന്ന ഒരു ടീം തന്നെയാണ്. കാരണം അതുകൊണ്ടതാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഒരു ഇത്രയും മികച്ച ഒരു നിലവാരത്തിലേക്ക് എത്തി ഇപ്പോൾ ക്വാർട്ടറിലേക്ക് അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തന്ത്രങ്ങളാണ് അത്. വൺ ടച്ച് പാസുകളിലൂടെ, വളരെ ചെറു പാസുകളിലൂടെ കരുത്തന്മാരായ ഏത് ടീമിനെയും, അതായത് ആഫ്രിക്കൻ കരുത്തിനെയും ലാറ്റിൻ അമേരിക്കൻ കരുത്തിനെയൊക്കെ നിഷ്പ്രയാസം വീഴ്ത്താൻ കഴിവുള്ള ഒരു ടീമാണ്. ഒരു പ്രധാന കാര്യം, ഞാൻ പറയാനുള്ള കാര്യം നിസ്സാരമല്ല എന്ന് പറയാൻ കാരണം, ഈ ലോകകപ്പിന് മുമ്പായിട്ട് ഒരു സൗഹൃദ മത്സരം ബ്രസീലും ജപ്പാനും തമ്മിലുണ്ടായിരുന്നു. ആ മത്സരത്തിൽ 2-3 ജപ്പാൻ ബ്രസീലിനെ തോൽപ്പിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരം കടുത്തതായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ലോക മത്സരത്തിൽ നമുക്ക് വിനീഷ്യസ് ജൂനിയറിൻ്റെയും അതോടൊപ്പം നെയ്മറുടെയും നേതൃത്വത്തിൽ അന്നിറങ്ങിയ മത്സരത്തിൽ ജപ്പാനെ കഴിഞ്ഞ ലോകകപ്പിൽ ഈ ബ്രസീൽ തന്നെ തോൽപ്പിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 8 മത്സരങ്ങൾ ഇവർ തമ്മിൽ നേരത്തെ ലോകകപ്പിലല്ലാതെ സൗഹൃദവും ഉൾപ്പെടെയുള്ള മത്സരം കളിച്ചിട്ടുള്ളതിൽ 5 മത്സരങ്ങളിലും ജയിച്ചത് ബ്രസീലാണ്. അതുകൊണ്ട് ബ്രസീലിന് തന്നെയാണ് മുൻതൂക്കം. ആളുകളിലും ആരവത്തിലും എല്ലാം മുൻതൂക്കമുള്ളത് ബ്രസീൽ തന്നെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ എങ്ങനെയായിരിക്കും ഈ മത്സരം എന്നുള്ളത് കൊണ്ടും ഏറെ പ്രത്യേകതയോടെ എല്ലാവരും കാണുന്നത്. എന്ത് തന്ത്രമാണ് നമുക്കറിയാം, കാർലോസ് അഞ്ചലോട്ടിയാണ് ബ്രസീലിൻ്റെ കോച്ച്. അദ്ദേഹം എന്ത് തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രധാനമായും ബ്രസീലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലോടി വരിക നമ്മുടെ നെയ്മറിനെ തന്നെയാണ്. നെയ്മർ ഇഞ്ചുറി കഴിഞ്ഞ, അതായത് 981 ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മത്സരത്തിലാണ് കളത്തിലേക്ക്, ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. 2023 ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിൽ നമ്മുടെ നെയ്മർ
അവസാനമായി കളിക്കുന്നത്. അതിനുശേഷം ഇഞ്ചുറി ആയിരുന്നു, പലവിധ ഇഞ്ചുറി ആയിരുന്നു. ഇതിൽ ലോകകപ്പിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം വരെ എല്ലാവരും പുലർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഫിറ്റായി കരുത്തോടെ കരുത്തനായി തന്നെ കളത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അത് നാം കാണുകയും ചെയ്തു. അവസാനം കഴിഞ്ഞ മത്സരത്തിൽ 15 മിനിറ്റ് അവശേഷിക്കുക, അല്ലെങ്കിൽ 75-ാം മിനിറ്റിൽ അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങുകയും അത് ഒരു ആരവം തന്നെ കാണികൾക്കും അതോടൊപ്പം തന്നെ സഹകളിക്കാർക്കും ഒരു പ്രചോദനം നൽകുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞു. ഇവിടെ നാം പറയാനുള്ളത് ഫുൾ ടൈം നെയ്മറിന് കളിക്കാനുള്ള സാധ്യത ഇന്നുണ്ടോ എന്ന്. പക്ഷേ എൻ്റെ വിലയിരുത്തൽ എന്തായാലും അഞ്ചലോട്ടി നമ്മുടെ നെയ്മറെ ഫുൾ ടൈം കളിക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചാൽ നെയ്മർ കളിക്കാൻ തയ്യാറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കരുത്ത് ഒരു ഹാഫ് ടൈമിന് ശേഷം ഉപയോഗിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റിന് ശേഷം കളി തുടങ്ങി 30 മിനിറ്റിന് ശേഷം നെയ്മറെ കളത്തിലിറക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രചോദനവും അദ്ദേഹം സഹകളിക്കാരോടുള്ള തന്ത്ര ആവിഷ്കരണവും എല്ലാം കൊണ്ട് ഒരു നിസ്സാര വിജയം ജപ്പാനെതിരെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കാർലോസ് അഞ്ചലോട്ടി. അദ്ദേഹത്തിൻ്റെ മനസ്സിരിപ്പ് അതാണ് പറയുന്നത്. നമുക്ക് മറ്റു കളിക്കാരെ കൂടെ നമുക്ക് എങ്ങനെയാണ് നോക്കാം. തീർച്ചയായിട്ടും ബ്രസീലിൻ്റെ ഒരു മുന്നേറ്റ നിര അത് എപ്പോഴും വളരെ മനോഹരമാണ്. ഒരുപക്ഷെ അർജൻറ്റീനയെക്കാളും ഫ്രാൻസിനെക്കാട്ടിയും ഏറ്റവും കരുത്തുള്ള ഒരു മുന്നേറ്റ നിരയാണ് അവർക്കുള്ളത്. നമുക്കറിയാം വിനീഷ്യസ് ജൂനിയർ, അദ്ദേഹം മനോഹരമായ കഴിഞ്ഞ മത്സരത്തിനും ഗോളടിച്ചു. മാത്രമല്ല ഗോൾ അസിസ്റ്റ് ചെയ്യുന്നതിലും വളരെ മിടുക്കനാണ് വിനീഷ്യസ് ജൂനിയർ. അദ്ദേഹത്തിൻ്റെ കരുത്തുണ്ട്. കുഞ്ഞയുടെ കരുത്ത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം അവസാനം ഒരു ഗോള് നേടുകയും ചെയ്തു. കുഞ്ഞയുണ്ട്, പിന്നെ മത്തായസ് ഉണ്ട്. ഇവരുടെ ത്രയങ്ങൾ എങ്ങനെയായിരിക്കും ഈ മത്സരത്തെ സ്വാധീനിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട റയാൻ്റെ സാന്നിധ്യം. വിനീഷ്, മത്തായൂസ്, റയാൻ, ഇവരുടെ ഒരു തന്ത്രങ്ങൾ, അവരുടെ മിഡ്ഫീൽഡിൽ നിന്ന് അതോടൊപ്പം തന്നെ ഫോർവേഡിലേക്ക് എത്തിയുള്ള ഇവരുടെ തന്ത്രങ്ങൾ പ്രതിരോധിക്കുവാൻ ജപ്പാന് എത്രമാത്രം കഴിയുമോ എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറയേണ്ടത്, നമ്മുടെ റയാൻ്റെ സാധ്യതകൾ പറയുന്നത് ഈ നമ്മുടെ വിനീഷ്യസ് ജൂനിയറിനോടൊപ്പം അദ്ദേഹത്തിന് വളരെ എന്താണ് സൗഹൃദമായിട്ടും അവർ നമ്മുടെ മനസ്സ് അവർക്ക് രണ്ടും വായിക്കാൻ പറ്റും. അവർ പന്ത് എങ്ങോട്ട് നൽകുമെന്ന്, അതായത് വിനീഷ് ജൂനിയർ എങ്ങനെയാണ് ഒരു പന്ത് കിട്ടിയാൽ അത് എങ്ങോട്ട് കൊടുക്കും എന്നുള്ളത് റയാന് വളരെ മനോഹരമായി തന്നെ അറിയാം. അതുകൊണ്ട് കുഞ്ഞേക്കും വളരെ മനോഹരമായി തന്നെ ഒരു പാഠം പോലെ ഉൾക്കൊണ്ട് കളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തന്ത്രം എതിരാളികൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ പ്രധാന കാര്യം നമ്മുടെ സാക്ഷാൽ നെയ്മർ ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ റയാന് മാറി നിൽക്കേണ്ടി വരും. എങ്കിലും അദ്ദേഹം 30 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ നെയ്മർ ഇറങ്ങുന്നതെങ്കിൽ റയാനായിരിക്കും കളത്തിന് പുറത്തു പോകുക, അല്ലെങ്കിൽ മത്തായസിന് പോകാനുള്ള സാധ്യതകളും നമുക്ക് കാണുന്നുണ്ട്. എങ്കിലും ഈ മിഡ്ഫീൽഡിൻ്റെയും മധ്യനിരയുടെയും അതോടൊപ്പം തന്നെ ഫോർവേഡിൻ്റെയും ഒരു തന്ത്രാവിഷ്കരണം എത്രമാത്രം ഇന്ന് രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജപ്പാൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കോച്ച് മറിയാസു ഒരു തന്ത്രം അതായത് ബ്രസീലിനെതിരെ ആവിഷ്കരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. കാരണം ചെറു പാസുകളിലൂടെ ബ്രസീലിൻ്റെ ലോങ് പാസുകളെ നേരിടാനും അവരുടെ ഈ ഓട്ടത്തിൽ ജപ്പാനെക്കാട്ടിയും വീര്യം കൂടുതൽ കാണിക്കുന്നത് ബ്രസീലാണ്. അപ്പം ഈ ചെറു പാസുകൾ കൊടുത്ത് അവരുടെ ഓട്ടത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാനും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചെറു പാസുകൾ നൽകി അവരുടെ തന്ത്രം, അവരുടെ ആ വേഗത കുറയ്ക്കുവാനുമുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ട് പന്ത് എപ്പോഴും മിഡ്ഫീൽഡിലിട്ട് കളിച്ച് ഗോൾ മുഖത്തേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമവും ഈ ഇന്നത്തെ, അതായത് 4-3-3 എന്നുള്ള ക്രമത്തിലായിരിക്കും അവർ ഇറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്ത് മറുതന്ത്രം നമ്മുടെ അഞ്ചലോട്ടി ആവിഷ്കരിക്കുമെന്നുള്ളതും എടുത്ത് പറയേണ്ടതുണ്ട്. നമുക്ക് അറിയാം, ഇവർക്ക് മിഡ്ഫീൽഡിലുള്ളത് തനാക്ക ഉണ്ട്, നാക്കാമുറയുണ്ട്. അവർ രണ്ടും കൊണ്ട് ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ വളരെ മനോഹരമാണ്. നാക്കാമുറ നമുക്കറിയാം വളരെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ വളരെ മനോഹരമായിരുന്നു, ഒരു ഗോൾ അടിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അയോസോയുടെ ഡെയ്സൻ്റെയും മധ്യനിരയിലെ അവരുടെ
കരുത്ത്. എപ്പോഴും ബ്രസീലിനെ പോലുള്ള ഒരു കരുത്തനായ ടീമിനോട് കളിക്കുമ്പോൾ ഈ ജപ്പാൻ ചെയ്യുന്നത് കഴിഞ്ഞ 8 മത്സരങ്ങളിൽ നിന്നുള്ളൊരു വിലയിരുത്തലാണ് പറഞ്ഞത്. മധ്യനിര അവരങ്ങ് സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ക്യാപ്റ്റൻ വട്ടാറു എൻഡോയുടെ തന്ത്രങ്ങൾക്ക് മുമ്പ് മിഡ്ഫീൽഡ് മുഴുവനും അവരൊരു മതിൽ പോലെ നിന്നുകൊണ്ടാണ്, പിന്നെ അത് കഴിഞ്ഞ് മാത്രമേ പന്ത് ഇവരെ ഭേദിച്ച് മാത്രമേ പന്ത് കൊണ്ടുവരാൻ കഴിയുന്നുള്ള ഒരു തന്ത്രം ഇവർ ആവിഷ്കരിക്കുമ്പോൾ ഇത് ഭേദിക്കാനുള്ള ശ്രമമായിരിക്കും ബ്രസീൽ നടന്നത്. അപ്പോൾ ഈ മറുതന്ത്രം, അതായത് അറ്റാക്ക് നടത്താനുള്ള സമയവും സാഹചര്യവും ഇവർക്ക് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ, അതായത് ജപ്പാൻ്റെ തന്ത്രം. അതുകൊണ്ട് തന്നെ ഈ മത്സരം വളരെ മനോഹരമായിരിക്കും. നാം ബ്രസീലിന് എല്ലാവരും കൈയടിക്കുമ്പോഴും കൂടെ നിൽക്കുമ്പോഴും പിന്തുണയ്ക്കുമ്പോഴും നാം ഒരു കാര്യം ഓർക്കണം. ഏഷ്യൻ മേഖലയിൽ നിന്നും ആകെ എത്തിയ ഒരേ ഒരു ടീം നമ്മുടെ ജപ്പാനാണ്. വേറൊരു ടീമുള്ളത് ഓസ്ട്രേലിയയും ഏഷ്യൻ മേഖലയിലുള്ള ടീമായിട്ടാണ് ലോകകപ്പിൽ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ടീം, അതായത് ജപ്പാനും ഓസ്ട്രേലിയയും മാത്രമാണ് ഏഷ്യൻ മേഖലയിൽ നിന്ന്. ബാക്കി എല്ലാവരും ഇറാൻ, നമ്മുടെ തുർക്കി, ജോർദാൻ, ഖത്തർ, അങ്ങനെ എല്ലാ ടീമുകളും പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ആകെ ഉള്ളത് ജപ്പാനും ഓസ്ട്രേലിയയുമാണ്. അത് ഏഷ്യൻ മേഖലയിൽ നിന്ന്. ഒരുപക്ഷെ ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന വൻകരയിൽ നിന്നും എത്തുന്നത് ജപ്പാനാണ്. അപ്പോൾ നമ്മൾ അവരുടെ വീര്യത്തെ നാം ഒന്ന് പ്രചോദിപ്പിക്കണം എന്നുകൂടി എനിക്ക് പറയേണ്ടത്. ഞാൻ ഒരുപക്ഷെ ഫേവറിറ്റ്സുകളുടെ കൂട്ടത്തിൽ ബ്രസീലിനെയാണ് കണക്കാക്കുന്നതെങ്കിലും ജപ്പാൻ്റെ സാധ്യതയും ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ മത്സരം ഒരു അസാധ്യമായ ഒരു ഫുട്ബോൾ വിരുന്നായിരിക്കുമെന്നൊക്കെ ഊഹിക്കാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും നമ്മൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും എത്തിയ ടീമുകളെക്കുറിച്ച് പറഞ്ഞു. അവരിൽ അവസാനം അവശേഷിച്ചത് ജപ്പാൻ മാത്രമാണ്. പക്ഷേ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നിന്നും 10 ടീമുകൾ മത്സരത്തിലേക്ക് എത്തിയതിൽ 9 ടീമും ഇപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി മത്സരത്തിന് തയ്യാറായി എടുത്ത് നിൽക്കുകയാണ്. അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ എന്നും ഫുട്ബോൾ മാന്ത്രികനും ദൈവവുമായ പെലെ പറഞ്ഞിട്ടുണ്ട്, 2000-ന് മുമ്പ് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു ടീം ലോകകപ്പ് നേടുമെന്ന്. പക്ഷേ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2025 ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം നാം ശ്രദ്ധിക്കേണ്ടത് ആഫ്രിക്കയിൽ നിന്നുള്ള 9 ടീമുകൾ പ്രീ ക്വാർട്ടറിലേക്ക് ക്വാളിഫൈ ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും കുഞ്ഞനായ ഒരു ടീം അട്ടിമറി സൃഷ്ടിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിട്ടുണ്ട്. അത് കേപ്പ് വെർദെയാണ്. അപ്പോൾ എല്ലാ ടീമുകളും ഐവറി കോസ്റ്റ്, കേപ്പ് വെർദെ, കോങ്കോ, ഘാന, ഈജിപ്ത്, അൾജീരിയ, സെനഗൽ, എങ്ങനെ എല്ലാ ടീമുകളും പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നു. ആകെ ഇതിൽ നിന്ന് പുറത്തായത് ടുണീഷ്യ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഫ്രിക്കൻ ഫുട്ബോളിൻ്റെ ഒരു ഹരമുണ്ട്, അതിനൊരു വന്യതയുണ്ട്, അതിനൊരു താളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാൻപേടകൾ ഓടുന്നത് പോലെയുള്ള ഒരു ചന്തം, ആ സൗന്ദര്യം ആ ഫുട്ബോളിലേക്കും നമുക്ക് പകർന്ന് നൽകിയിട്ടുണ്ട്. ആ പകർന്നാട്ടം കാണാനാണ് ഒരു പക്ഷേ ആഫ്രിക്കൻ ഫുട്ബോൾ കാണാനായിട്ട് പ്രേക്ഷകരും പിന്നെ ആരാധകരും ഒരുങ്ങുന്നത്. അപ്പോൾ നമുക്ക് കേപ്പ് വെർദെയുടെ മത്സരം നമുക്ക് വളരെ മനോഹരമായ ഒരു മത്സരത്തിലൂടെ അവർക്ക് 3 സമനിലകളിലൂടെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഐവറി കോസ്റ്റ് ഉണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്, ഘാനയുണ്ട്, സെനഗലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മത്സരങ്ങൾ കൂടി നമുക്ക് കാണാൻ, ഈ പ്രീ ക്വാർട്ടറിൽ കാണാനുള്ള സാധ്യതകളും തെളിഞ്ഞിട്ടുണ്ട്. അത് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതും പ്രത്യേകതയാണ്. നമുക്ക് ഒരു കാര്യം, നമുക്ക് കേപ്പ് വെർദെ ഒരു പക്ഷേ അർജൻറ്റീനയാണ് അടുത്ത മത്സരത്തിൽ നേരിടുന്നത് എന്നുള്ള കാര്യവും നാം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ സൂപ്പർ സോക്കറിലേക്ക് കൂടുതൽ വിശേഷങ്ങളുമായി ഇന്ന് രാത്രി നടക്കുന്ന മത്സരങ്ങളുടെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.